അങ്ങനെ ഇന്നലെ അനിയത്തിനോട് നിന്ന് ഇറങ്ങിയ പാടന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യാട്ടിയപ്പോൾ അങ്ങനെ നിർത്തിയപ്പോൾ അതിൽ കയറി അങ്ങനെ മണ്ണർക്കാട് എത്തി. ഇത് നമ്മൾ ആനമൂളിക്കുള്ള മകളിലേക്കുള്ള ബസ്സായിരുന്നു. അത് കയറിയിരിക്കുക കേട്ടോ. 2 മിനിറ്റ് ആവും എടുക്കാൻ. നിർത്തിയിട്ടൊക്കെയായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ വീട്ടിലേക്ക് എത്തി. അപ്പോൾ തന്നെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉമ്മാൻ്റെ നിന്ന് കുറച്ച് അരിമുളകും വേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മുളകിൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല കുരു ഉണ്ടാവും, നല്ല എരിവും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ കുറച്ച് നേന്ത്രപ്പഴവും ചെറുപഴവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഉപ്പേരിയൊന്നും വെക്കൂല. അപ്പം 4 കായ പോക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നൊരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചക്ക കൂട്ടാനൊക്കെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഓളെ പെരയിൽ തന്നെ കൊടംപുളി ഉണ്ട് കേട്ടോ. അപ്പോൾ കൊടംപുളിയും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രിക്കത്തിന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ബിരിയാണി ഉണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കല്യാണത്തിന് തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു ബാലൻസ്. പക്ഷെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത് കാരണേ. ഈ ചെറിയ ചക്ക ഉണ്ടാവുമല്ലോ, ചെറിയ പിലാവുമ്മേ, ബെഡ് തൈ എന്തായാലും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു എന്തായാലും വേറെ പേരുണ്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ ഒരു ചക്കയാണ്. എൻ്റെ ചെറിയ മാമന് മീൻ കച്ചവടമാണ്. ഇപ്പോൾ കുറച്ച് മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് കാക്കാക്കും വേണമല്ലോ, കാക്ക നേരം വെളുത്താൽ പോവുകയും ചെയ്യും. എനിക്ക് മാത്രമല്ല വെച്ചിട്ട് കുറച്ച് മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം കൊടുന്നതാണ്. നല്ല വലിയ പഴമാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, അവിടെ ഉണ്ടായതാണ്. പഴം എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലത്തേന്. കാക്കാക്ക് ഞാൻ പഴവും മുട്ടയും പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിരിയാണി കാക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടോ. എനിക്ക് പിന്നെ ബിരിയാണി തന്നെ ചൂടാക്കിയിട്ട് ബിരിയാണി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാൻ പഴമൊക്കെ അതങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയും പുഴുങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അമൃതം പൊടി കൊണ്ടൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ല, അതാണ് കേട്ടോ അത്. അമൃതം പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെല്ലുള്ളി അതും കൂടി ഇട്ടിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഇതാക്കി എടുക്കുക കേട്ടോ.